Hello friends, I am Dr. Adira, dental surgeon. പല്ല് സംബന്ധമായിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഇൻസ്റ്റാഗ്രാമിലുള്ള കൂട്ടുകാരുടെ ഈ അക്കൗണ്ട് ഫോളോ ചെയ്യൂ. ക്ലിയർ എയർലൈനേഴ്സ് ഇടുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 4 കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ. ആദ്യം തന്നെ ആരും കാണാതെ കമ്പിടാം എന്നുള്ള ഒരു രീതിയിലാണ് ക്ലിയർ എയർലൈനേഴ്സ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഇത് അത്രയും ഇൻവിസിബിൾ അല്ല കേട്ടോ. നമ്മുടെ അടുത്തുനിന്ന് ഒരാൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള കട്ടിയിലൊരു വസ്തു പല്ലിലിരിക്കുന്നതായിട്ട് കാണാവുന്നതാണ്. രണ്ടാമതായി പല്ലിന് കമ്പിയല്ലല്ലോ ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് വേദനയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. പല്ലുകൾ നീങ്ങുമ്പോൾ അത് ക്ലിയർ എയർലൈനേഴ്സ് ആയാലും കമ്പിയുടെ രീതിയായാലും നമുക്ക് ചെറിയ ബുദ്ധിമുട്ടും അസ്വസ്ഥതയും ഉണ്ടാവുന്നതാണ്. ക്ലിയർ എയർലൈനേഴ്സ് ഇടുന്നത് കൊണ്ട് ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പി ഭാഗം തട്ടിയിട്ടുള്ള പുണ്ണുകളെല്ലാം തന്നെ കുറവായിരിക്കും എന്നുള്ളതാണ്. ഇനി പല്ലിൻ്റെ മുകളിൽ മുത്തൊട്ടിക്കുന്നത് പോലെ തന്നെ ക്ലിയർ എയർലൈനേഴ്സിലും അറ്റാച്ച്മെന്റ്സ് എന്നുള്ളവയുണ്ട്. ഇതെല്ലാവർക്കും വേണ്ടി വരില്ലെങ്കിലും ചില ആളുകൾക്ക് വേണ്ടി വരാം. ഒരു കട്ടിയിലൊരു വസ്തു പല്ലിൻ്റെ മുകളിലായി ഒട്ടിച്ചു വെക്കുന്നതാണ്. ഇങ്ങനെ വെച്ചാലേ പല്ലിനെ ആ ഭാഗത്തേക്ക് തിരിക്കാനാവുകയുള്ളൂ. പല്ലിന് കമ്പി ഇടുന്ന സമയത്ത് ഡോക്ടർക്കാണ് കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി എങ്കിൽ ക്ലിയർ എയർലൈനേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കാണ് അത് ഉണ്ടാവുക കേട്ടോ. ഇത്ര നേരം ഇട്ടു എന്നുള്ളതിനും അല്ലെങ്കിൽ ഇത്ര ദിവസം കഴിഞ്ഞ് ട്രേ മാറ്റണം എന്നുള്ളതും എല്ലാം തന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.